ബഹുമാന്യരായ ഈ മഹത്തായ വേദിയിൽ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് നൂറുൽ വിദ്യാർത്ഥികളുടെ കലാ മത്സര പരിപാടിയായ നൂർ ഷോയുടെ ഉദ്ഘാടന സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എല്ലാ വർഷവും റബീഇനോട് അനുബന്ധിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിലാണ് നമ്മുടെ സ്ഥാപനത്തിലെ ആർട്സ് ഫെസ്റ്റ് നടക്കാറുള്ളത്. നൂർ ഷോ 2K25 2025 നൂർ ഷോ മത്സരങ്ങൾ അൽഹംദുലില്ലാഹ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ശുഹദാക്കളുടെ സിയാറത്തോടുകൂടെ ആദരണീയരായ ഖതീബ് SB ദാരിമി ഉസ്താദ് സിയാറത്തിന് നേതൃത്വം നൽകുകയും നമ്മളെല്ലാ പരിപാടികളും സമസ്തയുടെ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് തുടങ്ങാറുള്ളത്. നൂർ ഷോയുടെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നൂറുൽ പ്രസിഡന്റ് ആദരണീയനായ ബുഷ്റ അബ്ദുൽ അസീസ് സാഹിബ് ഇന്ന് വൈകുന്നേരം ഈ ക്യാമ്പസിൽ പതാക ഉയർത്തുകയും അതുപോലെ നൂർ ഷോയുടെ ഭാഗമായി നടന്ന കായിക മത്സരങ്ങളുടെ, സ്പോർട്സ് മത്സരങ്ങളുടെ മെഡല് വിതരണം ഉദ്ഘാടനം ചെയ്യുകയും മറ്റു നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. മഗ്‌രിബിന് ശേഷമുള്ള ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ വളരെ ഗംഭീരമായ, വ്യത്യസ്തമായ, കണ്ണിന് നല്ല കാഴ്ച വിരുന്നൊരുക്കിയ മനോഹരമായ ഒരു മൗലിദ് സദസ്സ് ഇവിടെ നടക്കുകയുണ്ടായി. ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായി ഒരുപാട് വ്യത്യസ്തമായ മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നൂറുൽ ദാറുൽ ഹുദയുടെ ഒരു മഹത്തായ സ്ഥാപനമാണ്. നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി മുന്നോട്ട് വെക്കുന്ന വിഷനും ആ വിഷന് അനുസൃതമായിട്ടുള്ള ഒരു മിഷൻ, ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ വിദ്യാർത്ഥികളെ ഏത് രീതിയിലാണ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളിലെ നൈസർഗികമായ വാസനകളെ തൊട്ടുണർത്തുന്ന രീതിയിൽ ഒരുപാട് വ്യത്യസ്തമായ മത്സരങ്ങളിൽ പങ്കെടുക്കാനും വൈവിധ്യമാർന്ന അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകാനും നൂറുൽ അവർക്ക് വലിയ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. അതാണ് നൂർ ഷോ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നൂറുൽക്കെതിരെ നിരന്തരമായ പല രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് നൂറുൽ സത്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ക്യാമ്പസിൽ വരികയും ഇവിടത്തെ കലാമത്സരങ്ങളുടെ പ്രമേയവും ആ മത്സരങ്ങളുടെ വൈവിധ്യവും ആ മത്സരങ്ങളിൽ മാറ്റുരക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ആത്മവിശ്വാസവും അവരുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാം കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. പുറമെ നിന്ന് ആരെങ്കിലും പറയുന്നത് പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഈ വിജ്ഞാന കേന്ദ്രത്തെ കൊത്തിവലിക്കാൻ കാത്തു നിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്നുമല്ല വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന മത്സരങ്ങൾ ധാരാളമാണ്. വിദ്യാർത്ഥികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകൾ ഉണ്ടാകും. ദാറുൽ സംവിധാനം എങ്ങനെയാണ് ഇത്രമേൽ മെച്ചപ്പെട്ടത്, അല്ലെങ്കിൽ ദാറുൽ സംവിധാനത്തിലൂടെ കടന്നു വരുന്നവർക്ക് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കടന്നു ചെല്ലുമ്പോൾ വളരെ വലിയ അവസരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ
12 വർഷത്തെ പഠനകാലത്ത് അവർ കടന്നു പോകുന്ന ഒരു പഠന പ്രക്രിയയുണ്ട്. പുതിയ കാലത്തിന്റെ സാധ്യതകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം ഏറ്റവും മനോഹരമായി എങ്ങനെ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായിട്ടാണ് നൂർലുദ നിലകൊള്ളുന്നത്. നൂർലുദയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന കാലത്തെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ സർവസജ്ജരായ ഒരു പുതിയ കാല പണ്ഡിത നിരയെ വാർത്തെടുക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ്, ചരിത്രപരമായ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ ഈ സ്ഥാപനത്തിലെ 12 വർഷത്തെ ഒരു വ്യാഴവട്ട കാലത്തെ പഠന സബര്യക്ക് വേണ്ടി സ്വയം സമർപ്പിതരായിട്ട് കടന്നു വരുന്ന നാളെയുടെ നേതാക്കളെ ഏതൊക്കെ രീതിയിലുള്ള പരിശീലനങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് സത്യത്തിൽ ഓരോ ആർട്സ് ഫെസ്റ്റിന്റെ നൂർ ഷോയുടെ വേദി എന്ന് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ കീഴിൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന വിശ്വത്തോളം വളർന്ന മഹത്തായ ഒരു സ്ഥാപനത്തിന്റെ പാഠ്യപദ്ധതി അതേപോലെ അനുകരിച്ചുകൊണ്ട് അതിനകത്തും സാധ്യമാകുന്ന തരത്തിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടക പോലെ വലിയൊരു സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം ന്യൂനപക്ഷ സമുദായത്തെ പ്രതിനിധീകരിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള ശാക്തീകരണം നടക്കേണ്ട ഒരു സ്ഥാപനമായിട്ട് അതിന്റെ ഒരു കളരിയായി ഈ സ്ഥാപനത്തെ നമ്മൾ കാണുകയാണ്. സ്വാഭാവികമാണ്, വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ സാമൂഹികമായ മുന്നേറ്റം സാധ്യമാകുമെന്ന്, വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ സാമൂഹിക മോചനവും സാധ്യമാകുമെന്ന വളരെ വലിയ തിരിച്ചറിവിന്റെ പുറത്താണ് ദാറുൽ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ പിന്നാക്ക അവസ്ഥക്ക് പരിഹാരം കാണാൻ, അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നാളെ ഈ സമുദായത്തിന് മോചനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടാകും. സ്വാഭാവികമാണ്. മുസ്ലിം സമുദായം രക്ഷപ്പെട്ടു പോകരുത് എന്നും കാലാകാലങ്ങളിൽ അവരാരാന്റെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായിട്ട് മാത്രം കഴിഞ്ഞുകൂടിയാൽ മതി എന്നും കരുതിയിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ ആളുകൾ നടത്തുന്ന വലിയ കുപ്രചരണങ്ങളുടെ, അവരുടെ പ്രചരണങ്ങളുടെ ഇരകളായിട്ട് മാറി ആർക്കോ വേണ്ടി പേന ചലിപ്പിക്കുന്നവരുണ്ട്, ആർക്കോ വേണ്ടി വിരല് ചലിപ്പിക്കുന്നവരുണ്ട്. അവരെഴുതി കൂട്ടുന്നത് അത്രയും ആരെയാണ് സഹായിക്കുക എന്ന് തിരിച്ചറിയാതെ പോകുന്നവർ, അവരെഴുതി കൂട്ടുന്നത് അത്രയും ആർക്കാണ് ബലമേകുക എന്ന് തിരിച്ചറിയാതെ പോകുന്നവർ, അവരുടെ പേനയും അവരുടെ കൈയും ഈ സമുദായത്തിന്റെ ശക്തിഗാത്രങ്ങളെയാണ് തച്ചു തകർക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നവർ, അവരോട് കലഹിക്കാനോ തർക്കിക്കാനോ നിൽക്കുന്നതിന് പകരം ചെയ്തു തീർക്കാനുള്ള ദൗത്യത്തെ പറ്റി വളരെ കൃത്യമായ ബോധ്യത്തോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഞാനൊരു വലിയ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഒരു 10 പതിറ്റാണ്ടുകാലത്തെ നൂർലുദയുടെ വിദ്യാഭ്യാസ യാത്ര നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൃത്യമായിട്ട് കിടക്കുകയാണ്. ഒരു തരി സംശയത്തിന് ഇട നൽകാത്ത വിധം, ഒരു തരി സംശയത്തിന് ഇട നൽകാത്ത വിധം തുറന്നു വെച്ച പുസ്തകം പോലെ ഒരു 10 പതിറ്റാണ്ട് കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കർണാടകയുടെ വിദ്യാഭ്യാസ ഭൂമികയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മറ്റു സ്ഥാപനങ്ങൾക്ക് പോലും അനുകരിക്കാൻ പറ്റുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വർഷം പൂർത്തിയാക്കിയിട്ട് തിരിച്ചയക്കുന്നതിന് പകരം ഓരോ നിമിഷവും അവരുടെ ഭാവിയെ ഭദ്രമാക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ പരിശീലന കളരിയായി ഒരു ക്യാമ്പസിനെ എങ്ങനെ പരിവർത്തിപ്പിക്കാം എന്നതിന്റെ നിരന്തരമായ അന്വേഷണങ്ങളുടെ ഒരു ഫലം കൂടിയാണ് നൂർലുദ ക്യാമ്പസ് എന്ന് പറയുന്നത്. 4 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യ രാജ്യത്തെ, ലോകത്തെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ ഏജൻസിയായി ദാറുൽ പ്രസ്ഥാനം മാറിയപ്പോ ആ ദാറുൽയുടെ മനോഹരമായ സിലബസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ ഒരു 10 പതിറ്റാണ്ട് കാലത്തെ പദസഞ്ചലനം നടത്തിയിട്ടാണ് നൂർലുദ അഭിമാനപൂർവ്വം ഇവിടെ നിലകൊള്ളുന്നത്. ഡിസംബർ 5, 6, 7 തീയതികളിൽ ഒരാൾ കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആൾ ഫലം കാണിക്കുന്നതിനപ്പുറം വരാനിരിക്കുന്ന 10 വർഷത്തേക്കുള്ള കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി ഈ പദ്ധതിയുടെ കൂടെ നിങ്ങളും കൂടി നിൽക്കണമെന്ന് സമുദായത്തോട് പറയുന്ന തരത്തിൽ ഉത്തരവാദിത്തമുള്ള, അക്കൗണ്ടബിലിറ്റിയുള്ള, സമുദായത്തോട് ബാധ്യതയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ
ഈ കർണാടകയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാനാകുമോ എന്നുകൂടി അഭിമാനപൂർവ്വം ചോദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ മറ്റു സംസാരങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ ദൗത്യമാണ്. നമ്മളല്ലെങ്കിൽ പടച്ചോൻ ഇത് നിർവഹിക്കാൻ മറ്റൊരാളെ കണ്ടെത്തുമെന്ന് ഉറപ്പും 100% ബോധ്യവും നമുക്കുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ദീനിന്റെ പുതിയ കാലത്തെ ചമൽക്കാരം തീർക്കേണ്ട നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ പണ്ഡിത സമൂഹത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോ സ്നേഹത്തോടെ കൂടെ നിൽക്കാനായില്ല എങ്കിലും, നല്ല വാക്ക് പറയാനായില്ലെങ്കിലും, ഈ ദൗത്യത്തെ തകർക്കാനുള്ള സൗമനസ്യമെങ്കിലും വിനയപൂർവം കാണിക്കണമെന്ന്, അത് നശിച്ചു പോകരുത് എന്ന പ്രാർത്ഥന കൊണ്ടെങ്കിലും കൂടെ ഉണ്ടാകണമെന്ന് വിനയപൂർവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മനോഹരമായ ആർട്സ് ഫെസ്റ്റിന്റെ ഇന്നത്തെ ഈ രാത്രി, ഇന്നത്തെ ഈ ഉദ്ഘാടന സെഷൻ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശുഹദാക്കളുടെ ഹളറത്തിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. 10 വർഷം കൊണ്ട് നൂറുലുദ എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ മീറ്റിംഗിൽ പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വരുമ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇതെങ്ങനെ നടന്നു പോകുന്നു എന്ന്. നേരത്തെ അസീസ പറഞ്ഞ വാക്കാണ്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വരികയാണ്. ഇനിയിപ്പോ മംഗലാപുരത്ത് ഒരു പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചു. അത് കഴിയുമ്പോ മൈസൂരിൽ ഒരു പരിപാടി വരാനിരിക്കുകയാണ്. അത് കഴിയുമ്പോ കർണാടകയുടെ ഈ കോസ്റ്റൽ കർണാടകയെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള സന്ദേശ ജാഥയും ഗൃഹസമ്പർക്കവും വരാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് കഴിയുമ്പോ മറ്റൊന്നെന്ന രീതിയിൽ ഇതെങ്ങനെ സാധ്യമാകുന്നു? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. നേരത്തെ മീറ്റിംഗിൽ പ്രിയപ്പെട്ട പ്രസിഡന്റ് എന്തിനും ഏതിനും നമ്മളെ കൂടെ നിൽക്കുന്ന ആദരണീയനായ അസീസ ചോദിച്ചതും അത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ അതിനൊരു ഉത്തരം പറഞ്ഞു, അത് ശുഹദാക്കളെ കൊണ്ടാണ്, മഹാന്മാരായ അള്ളാഹുവിന്റെ ശുഹദാക്കളെ കൊണ്ടാണ്. ഈ മണ്ണ് ശുഹദാക്കളുടെ മണ്ണാണ്. ഏതോ നാട്ടിൽ നിന്ന് കടന്നു വന്ന പേരറിയാത്ത മഹാന്മാർ, അവരുടെ പേര് നമുക്കറിയില്ല, അവര് വന്ന നാടറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ മണ്ണിൽ അവരുടെ ചോര കലർന്നിട്ടുണ്ട്. അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ഈ മണ്ണിൽ അവരുടെ ചോര വീണിട്ടുണ്ട്. ശുഹദാക്കളുടെ ചോര വീണ മണ്ണിൽ നിന്ന് ഈ മുതഅല്ലിമീങ്ങള് അവരുടെ ഇൽമിയായ വഴികളെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൂരെ നിന്ന് ഇരുട്ടിന്റെ മറയത്തോ ഇരുളത്തോ നിന്നിട്ട് ഇതിനെ തകർക്കാൻ അഡ്രസ് ഇല്ലാത്ത എഴുത്തുകളെ നിരന്തരം എഴുതി കൂട്ടുന്നവരെ മുഴുവനും ശുഹദാക്കളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അള്ളാന്റെ ശുഹദാക്കളെ നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ്. അവരുടെ കാര്യത്തില് ശുഹദാക്കൾ തീരുമാനമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 400 വർഷത്തെ ഇതിഹാസ തുല്യമായ ചരിത്രത്തിന്റെ ഇന്നലകള് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കൊക്കെ പറയാൻ എമ്പാടും അനുഭവങ്ങളുണ്ട്. ആ മഹാന്മാരായ ശുഹദാക്കള് അവര് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിരന്തരം അഭംഗുരം ഈ സ്ഥാപനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ലോക ആതേ രഹേ കാരവാൻ ബന്ധാരഹ. ഇതിന്റെ കൂടെ ഈ സമുദായം ഉണ്ടാകും. വരുന്ന 10 വർഷം കൊണ്ട് 30 ജില്ലകളുള്ള കർണാടക സംസ്ഥാനത്ത് ഏറ്റവും അഡ്രസ് ഉള്ള മുസ്ലിം സ്ഥാപനങ്ങളിൽ ഒന്നായി നൂറുലുദ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുകൂടി വളരെ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, അള്ളാന്റെ ദീനിന് പുതിയ കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഉറച്ച നീയത്തുള്ള ഇഖ്ലാസുള്ള ആളുകൾക്ക് ഈ കൂട്ടായ്മയുടെ കൂടെ നിൽക്കാം. ഒരുപക്ഷെ പേര് പറയാൻ വിട്ടേക്കും, പരിഗണിക്കാൻ വിട്ടേക്കും, സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി പറയുമ്പോ വേണ്ടതുപോലെ പറഞ്ഞോളന്നില്ല. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ചെയ്യുന്നത് നന്മയാണ്. ഈ ഹൈറിൽ എനിക്കൊരു കൂലി കിട്ടണം എന്ന നീയത്തോടു കൂടെയാണെങ്കിൽ നമുക്കൊന്നിച്ച് യാത്ര തുടരാം. അത്രയേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജമാഅത്തിന്റെ പ്രസിഡന്റ് യൂസുഫ് ഹാജി ഉണ്ട്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ വന്നതാണ്. പ്രിയപ്പെട്ട ഉമർ ഹാജി ഉണ്ട്, ഉപ്പിനങ്ങാടി നിന്ന് വന്നു. ബാംഗ്ലൂര് പരിപാടിക്ക് വന്ന് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ കയ്യിൽ വെച്ച് തന്ന് സ്നേഹത്തോടെ നൂറുലുദയുടെ കൂടെ പാറ പോലെ അടിയുറച്ചു നിൽക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്താക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്തേറ്റി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അബ്ബച്ചയുണ്ട് കർണാടകയില്, ദക്ഷിണ കന്നഡയിലെ ദീനി സംരംഭങ്ങളുടെ മുഴുവനും എല്ലാത്തിനും വലിയ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ബച്ച. നാട്ടില് മനോഹരമായ ഒരു സ്കൂള് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുമ്പോ അതിന്റെ ഒരു ഫ്ലോറ്,
അദ്ദേഹം ചെയ്തു കൊടുത്തതാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. ഞാൻ ആഗ്രഹിക്കുകയാണ്, ആ സ്കൂളിന്റെ ഫ്ലോർ കഴിഞ്ഞു നൂർലുദയില് അബ്ബച്ചയുടെ ഒരു പേരില് 10 വർഷം പൂർത്തിയാകുമ്പോ അള്ളാഹു എമ്പാട് നിയമത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മേലെ ഒരു 40 ലക്ഷം രൂപയുണ്ടെങ്കിൽ മുൻഭാഗത്തൊരു ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അബ്ദുൽ ഖാദർ ഹാജി ബയമ്പാടി എന്ന അള്ളാഹു നിയമത്ത് നൽകിയിട്ടുള്ള ഒരു സ്റ്റേജിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എല്ലായിടത്തും നമ്മളോടൊപ്പം നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഹാദിമായി, സമസ്തയുടെ പ്രവർത്തകനായി, നൂർലുദയുടെ കൂടെ നമ്മളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നൂർലുദ എന്ന് നിങ്ങൾ കേട്ടു തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ കേട്ടു തുടങ്ങിയ മറ്റൊരു പേരാണ് അബ്ബച്ച എന്നുള്ളത്. അബ്ബച്ചയിൽ നിന്ന് ഞാനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. 10ാം വാർഷികത്തിന് സയ്യിദുൽ ഉലമ അടക്കം വരുന്ന നേതാക്കൾ വരുമ്പോ അബ്ബച്ചയുടെ സാന്നിധ്യത്തിൽ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നിയമത്ത് കൊടുത്തിട്ടുണ്ട്. ശുഹദാക്കൾ അതിനൊരു തോന്നൽ കൊടുത്താൽ, പടച്ചോൻ അങ്ങനെ ഒരു നീയത്ത് അദ്ദേഹത്തിന് കൊടുത്താൽ, അദ്ദേഹം അതിവിടെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സന്തോഷപൂർവം ഇന്നത്തെ ഈ വേദിയിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ മക്കൾ ഇത് മറക്കൂല. ഈ മുതാലിമീങ്ങൾ ഇവർ നാളെ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ദുആ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 40 ലക്ഷമൊന്നും അബ്ബച്ചയെ അളക്കാനുള്ള അളവ് കോലല്ല എന്ന് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് നീയത്താണ്. 10 കൊല്ലം കൊണ്ട് ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടായതാണ്. താഴത്തെ ഫ്ലോർ പൂർത്തിയാക്കാൻ പ്രിയപ്പെട്ട ഒമേഗ മുഹമ്മദ് ഈ വേദിയിലില്ല, 35 ലക്ഷം രൂപ തന്ന് അദ്ദേഹമാണ് കൂടെ നിന്നത്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഒമേഗക്ക് അത് തരാമെങ്കിൽ അബ്ബച്ചക്കും ഉമറാജിക്കും ഒക്കെ അതിനേക്കാൾ അപ്പുറം തരാനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉമറാജി അങ്ങനെ കാണണ്ട, നല്ല ആ ഒരു ചെറിയ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് വന്നിരുന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് പോകുമെങ്കിലും പടച്ചോൻ നല്ല നിയമത്ത് കൊടുത്തിട്ടുണ്ട്, കനത്തിൽ പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ എങ്ങാനും അങ്ങനെ ഒരു പ്രഖ്യാപനം ഇസ്മീൻ കുട്ടിന് പറയണ അബ്ബച്ച